അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മാ തൗഫീഖ ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബിയദിക തഹീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. മുഹറം 10 ആ ഒരു സമാപനത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്നത് മുഹറം 10 ഒരുപാട് വിജയങ്ങളുടെ ദിവസമാണ്. മുഅ്മിനീങ്ങളായ നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള, ലോകത്ത് അല്ലാഹു തആല ഒരുപാട് വിജയങ്ങളെ ഇറക്കിയിട്ടുള്ള ദിവസമാണ് മുഹറം 10. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവമാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ഫറോവയെ അല്ലാഹു തആല നശിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് പീഡനങ്ങൾ ബനു ഇസ്രായേലുകൾ സഹിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബം വളരെ ന്യൂനപക്ഷമാകുന്ന ആളുകളെ തൊഴിലെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാതെ, താൻ ദൈവമാണ് എന്ന് അംഗീകരിക്കാത്തവരെ മരത്തിൽ പിടിച്ച് ആണിയടിച്ച് ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ ഒക്കെ ഫറോവയിൽ നിന്ന് ആ സമൂഹം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അല്ലാഹു തആലാൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി സ്വലാം ചെങ്കടൽ കടന്നുകൊണ്ട് ഫലസ്തീനിലേക്കുള്ള യാത്രയാണ്. ഈജിപ്തിലാണ് അവരുള്ളത്. ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകണമെങ്കിൽ ചെങ്കടൽ കടക്കണം. അപ്പോൾ ചെങ്കടൽ കടക്കാൻ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ അനുയായികളും പോകുമ്പോൾ അല്ലാഹു തആലാൻ്റെ കൽപ്പന പ്രകാരമാണ് പോകുന്നത്. വിവരം ഫറോവ അറിഞ്ഞപ്പോൾ ഫറോവ അവരെ പിന്നാലെ കൂടി മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ വടി കൊണ്ട് ആ ചെങ്കടലിൽ അടിച്ചപ്പോൾ അത് 2 വഴിയായി മാറി, റോഡ് മാതിരിയായി. അങ്ങനെ ആ റോട്ടിലൂടെ സുഖമായിട്ട് മൂസാ നബി അലൈഹി സ്വലാം അനുയായികളും രക്ഷപ്പെട്ടു. ഫറോവയും അനുയായികളും പിന്നിൽ വന്നപ്പോഴേക്ക് റോഡൊക്കെ മാറി ചെങ്കടൽ പഴയതുപോലെ ആയിട്ടുണ്ട്. ഫറോവക്ക് ആവേശം കൊടുത്തത് ശൈത്താനാണ്, ഇബ്ലീസാണ്. അങ്ങനെ ഫറോവ അതിൽ മുങ്ങി നശിച്ചു. ഫറോവക്ക് അള്ളാഹു കൊടുത്തൊരു ശിക്ഷ നോക്കൂ. ഫറോവ നശിച്ചത് മുഹറം 10 എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല മൂസാ നബിനോട് സംസാരിച്ചതും വകല്ലമല്ലാഹു മൂസ തക്ലീമ എന്ന് പറഞ്ഞെടുത്തു, അതും മുഹറം 10 എന്നാണ് സംഭവിച്ചത് എന്ന് തഫ്സീറിലൊക്കെ കാണുന്നുണ്ട്. ഫൽ യൗമ നുനജ്ജിക ബിബദനിക ലിമൻ ഖൽഫക ആയ. അതായത് ഫറവ, നിൻ്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും, നിൻ്റെ ശേഷം വരുന്ന ആളുകൾക്ക് ഒരു പാഠമാകുന്നതിന് വേണ്ടി. വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. അധികരിച്ച ആളുകളും ഈ ഒരു കാര്യത്തിൽ അവർ അശ്രദ്ധവാന്മാരാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ സൂറത്ത് യൂനിസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫറോവ മുങ്ങി നശിക്കാൻ പോവാണ് എന്ന് ഫറോവക്ക് മനസ്സിലായപ്പോൾ ഫറോവ ഷഹാദത്ത് കലിമ ചൊല്ലിയെന്നാണ് ഖുർആൻ പറയുന്നുള്ളത്. ആ ഷഹാദത്ത് കലിമ ചൊല്ലിയത്. പക്ഷേ ആ ഷഹാദത്ത് കലിമ കൊണ്ട് ഒരു കാര്യവും നേടാനില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മരണത്തിൻ്റെ ആ സക്കറാത്തിൻ്റെ ഹാലിലാണത് ചൊല്ലിയിട്ടുള്ളത്.
അതുകൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് തന്നെയാണ് ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഫറോവ ചൊല്ലിയ ആ ഒരു തസ്ബീഹ്, ആ ഒരു കലിമത്തു ഷഹാദ ഖുർആൻ പറയുന്നുണ്ട്. ഹത്താ ഇദാ അദ്റകഉൽ ഗർഖ്, മുങ്ങി നശിക്കാൻ പോകുമ്പോൾ ഫറോവ പറഞ്ഞു, ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബി ബനു ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ബനു ഇസ്രായേലികൾ ഏതൊരു ഇലാഹിലാണോ വിശ്വസിച്ചത്, ഞാനും അതിൽ വിശ്വസിച്ചു, ഞാൻ ഇപ്പോൾ മുസ്ലിമാണ്. പക്ഷെ ആ വിശ്വാസം ഫറോവക്ക് ഉപകാരപ്പെട്ടില്ല എന്നാണ് പിന്നീട് ഖുർആനിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഖുർആൻ 1400 വർഷം മുമ്പ് ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഫറോവയുടെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുന്നവർ. അത് ആ ഫറോവ മുങ്ങി നശിച്ചത് ബിസി 1235 ഫറോവ മുങ്ങി നശിച്ചത് എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ചില ഡേറ്റുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ബിസി ക്രിസ്തുവിന് മുമ്പ്, ബിഫോർ ക്രിസ്തു. അങ്ങനെ 3116 കൊല്ലം ഫറോവയുടെ ജഡം ആ ചെങ്കടലിൽ ഉണ്ടായി. ഫറോവയുടെ ജഡത്തിനൊരു കുഴപ്പമില്ല. റംസസ് രണ്ടാമൻ എന്നാണ് ആ ഫറോവയെ ചരിത്രം അടയാളപ്പെടുത്തുന്നത്. ഫറോവ എന്ന് പറഞ്ഞാൽ ആ ഭരണാധികാരികളുടെ ഒരു പൊതുവിലുള്ളൊരു പേരാണ്. ഈ ഫറോവ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശത്രുവായ ഫറോവ, അത് റംസസ് രണ്ടാമനാണ്. അവൻ്റെ 202 സെൻറ്റിമീറ്റർ നീളമുള്ള ആ ജഡം 1881 വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ഗവേഷണത്തിൻ്റെ ഭാഗമായി അത് ഫ്രഞ്ചിലേക്ക് അയച്ചതാണ്. അന്നത്തെ കാലത്ത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ മോറിസ് ബുക്കായി ഉൾപ്പെടെയുള്ള ആളുകൾ ഗവേഷണം ചെയ്തു. അങ്ങനെ ഈ ശരീരത്തിൽ പിടിച്ചു പറ്റിയിട്ടുള്ള ഉപ്പിൻ്റെ അതിൽ നിന്ന് ശരീരത്തെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയിട്ടാണ് ഇത്രയും വർഷം പഴക്കമുണ്ടെന്ന് അവർ കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഫറോവയുടെ കാലത്ത്, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് മുങ്ങി നശിച്ച ആ രാംസസ് രണ്ടാമൻ്റെ ജഡമാണ് എന്ന് മോറിസ് ബുക്കായി തിരിച്ചറിയുകയും അദ്ദേഹം ഇതുമായുള്ള പഠനം 10 വർഷങ്ങളോളം മുന്നോട്ട് പോയി എന്നും ചില ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മോറിസ് ബുക്കായി യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ബൈബിളിലും മറ്റു വേദങ്ങളിലൊക്കെ വലിയ അഗാധ പാണ്ഡിത്യമുള്ള ആളാണ്. പക്ഷേ മോറിസ് ബുക്കായി ഇത് മനസ്സിലാക്കുമ്പോൾ, ഈ ഒരു സന്ദേശം പഠിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, മുസ്ലിം ആവുകയാണ്. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, ഖുർആൻ ഒരു വേദഗ്രന്ഥമാണ്, ഖുർആൻ കേവലം ഒരു പുസ്തകമല്ല, അതൊരു ദൈവിക ഗ്രന്ഥമാണ് എന്നെനിക്കിതാ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ ഇസ്ലാമിലേക്ക് മോറിസ് ബുക്കായി കടന്നു വന്നു എന്നുള്ളതാണ് ചരിത്രം. നോക്കൂ, നിൻ്റെ ശേഷം വരുന്ന ആളുകൾക്ക് പാഠമാകുന്നതിന് വേണ്ടിയെന്ന് ഖുർആൻ 1400 വർഷങ്ങൾ മുമ്പ് പറഞ്ഞ ആ പ്രഖ്യാപനം, അതിൻ്റെ ആ ഒരു വസ്തുത, അതിൻ്റെ ആ ഒരു സത്യസന്ധത ലോകത്ത് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫറോവ ധിക്കാരികൾക്കും അഹങ്കാരികൾക്കും ഒക്കെ ഉള്ള പാഠമാണ്. അക്രമം ചെയ്യുന്ന ആളുകൾ, ജനങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾ, ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നാശമുണ്ട് എന്നുള്ളതാണ് ഫറോവയിൽ നിന്ന് കിട്ടുന്ന പാഠം. അത് ഭരണാധികാരികളും അക്രമികളൊക്കെ ഉൾക്കൊണ്ടാൽ അവർക്ക് നന്ന്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ദിവസം കൂടെയാണ് മുഹറം 10. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.